അങ്ങനെ രോഹിത് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നാൽ രോഹിത്തിന്റെ മാനസികാവസ്ഥ വളരെ മോശമാണ്. വളരെ ഡിപ്രഷനിലൂടെയാണ് കേട്ടോ രോഹിത് കടന്നു പോണത്. അലീനയോടും ബബിതയോടും എല്ലാവരോടും അവന് വെറുപ്പും ദേഷ്യമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, സ്റ്റേഷനിൽ വെച്ചും ജയിലിൽ വെച്ചും ഒക്കെ ശരിക്കും അടിയാണല്ലോ രോഹിത്തിനും കൂട്ടാളികൾക്കും കിട്ടിയത്. ജയിലിൽ വെച്ച് കൂടെ താമസിക്കുന്ന ആളുകളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളാണ് രോഹിത്തിന് കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നത്. ഒരുപാട് അവര് ഈ പോക്സോ കേസ് പോലുള്ള കേസുകളായതുകൊണ്ട് തന്നെ സഹതടവുകാര് നന്നായി ഉപദ്രവിക്കും. അങ്ങനെ ആ ഉപദ്രവവും പോലീസുകാർ ഉപദ്രവവും എല്ലാം കൂടെ മാനസികമായി വല്ലാത്തൊരവസരമാണ് രോഹിത് തിരികെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അലീനയോടും ബാക്കി എല്ലാവരോടും ശത്രുത പോലൊക്കെ പെരുമാറുന്നത്. അങ്ങനെ അവൻ ആകെപ്പാടെ മാനസികമായി തകർന്നൊടിഞ്ഞു പോവാണ്. ഇതിനോടിടയ്ക്ക് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, തന്നെ രക്ഷിക്കാൻ അലീന സഹായിച്ചു എന്നൊന്നും തന്നെ രോഹിത്തിന് അറിയില്ല. അങ്ങനെ രോഹിത് മുറിയിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുകയാണ്, അല്ല മോളെ, എന്താ അവന്റെ അവസ്ഥ? അവൻ ആഹാരം കഴിച്ചോ? എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇല്ലച്ചാ, ഒരു ഇമ്പ്രൂവ്മെന്റും ഞാൻ കാണുന്നില്ല. അച്ഛനൊന്ന് സംസാരിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. എന്നോടൊക്കെ ഭയങ്കര ദേഷ്യ. എന്നോട് മാത്രമല്ല, ബബിതയെ മുറിലേക്ക് ചെന്നപ്പോൾ അവളെ ആട്ടിപ്പായിച്ചു. കൃഷ്ണമോളെ അങ്ങനെ തന്നെ. ഞാൻ കൊണ്ട് ഫുഡൊക്കെ കൊടുത്തപ്പോൾ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളഞ്ഞു. ആ രോഹിത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ നല്ല ഡിപ്രഷനിലേക്ക് പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഒരുമാതിരി മാനസികാവസ്ഥയാ അവന്. ഇപ്പോൾ എല്ലാവരെയും ഫേസ് ചെയ്യാനും എല്ലാവരുടെ മുമ്പിലേക്ക് ഇറങ്ങാനും ഒക്കെ ആയിട്ട് ആകെപ്പാടെ വല്ലാത്തൊരു രീതിക്കാണ് അവൻ പെരുമാറുന്നത്. അച്ഛൻ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ ശരിയാവും. അച്ഛൻ മാത്രമല്ല, നമുക്കൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. രോഹിത്തിന്റെ മനസ്സിന് ഇപ്പോൾ ഒരാളെ കൂട്ടുള്ളത് ആവശ്യമാണ്. ഒരാളുടെ സപ്പോർട്ട് അവന് വേണം. അത് നമ്മളാരും കൊടുത്താൽ അത് ശരിയാവില്ല. അതിനെക്കുറിച്ച് നന്നായി അറിയാവുന്നവർ തന്നെ വേണം. അതുകൊണ്ട് അച്ഛനൊന്ന് പോയാൽ ശരിയാവായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അവന്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഡോറിൽ മുട്ടിട്ടൊന്നും തുറക്കുന്നില്ല. കുറെ നേരത്തിന് ശേഷം, മോനെ രോഹി, ഞാൻ അച്ഛനാടാ എന്ന് പറയുമ്പം കഥ തുറക്കുകയാണ്. ദയവ് ചെയ്ത് ആരും എൻ്റെ അടുത്തേക്ക് വരാതിരിക്കോ? ഞാൻ ഇച്ചിരി സമാധാനത്തോടെ ഇവിടെ ഇരുന്നോട്ടെ. അതല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങോട്ടെങ്കിലും പോയി ഞാൻ ചത്തോളാം. എനിക്കിത് ജീവിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലിനകത്തേക്ക് കയറാണ്. ചാവാനോ എങ്ങോട്ടെങ്കിലും പോകാനാണോ ഇത്രയും വർഷം ഞാൻ നിന്നെ പൊന്നുപോലെ വളർത്തിയത്? എൻ്റെ കയ്യിൽ തൂങ്ങി കിടന്ന ചെറുക്കനാ നീ. എൻ്റെ നെഞ്ച് തലചായ്ച്ചുറങ്ങിയവനാ ആ നീ. അങ്ങനെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി നിന്നെ ഇറക്കാനായിട്ട്. മാനസികമായി ഞാൻ തളർന്നു പോയടാ. നിന്നെ ഇവിടെ വെച്ച് പോലീസുകാരടിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ബോധം കെട്ട് കുഴഞ്ഞു വീണു. എത്ര ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് നിനക്കറിയോ? മൈനർ അറ്റാക്ക് ആയിരുന്നു എന്നൊക്കെ പറയാണ്. ഇവിടെയുള്ള സംഭവങ്ങളൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. അത് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിന് നേരിയ വിഷമമൊക്കെ ആവുന്നുണ്ട്. നിനക്ക് വേണ്ടിയല്ലേ അച്ഛനെ ജീവിക്കുന്നത്? നിങ്ങൾക്ക് 3 മക്കൾക്ക് വേണ്ടിയാ ഈ അച്ഛൻ ഇതുപോലെ ജീവിക്കുന്നത് പോലും. ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി ഈ കുറച്ച് കാലയളവ് കൊണ്ട്. അതിനെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയ മക്കളെ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും തിരിച്ചു കാണിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. രോഹി ഒന്നും മിണ്ടാതെ തലയും കുനിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സിന് ഇപ്പം അതൊരു ആശ്വാസമാവില്ലെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരാളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും. ആരെ വിളിച്ചിട്ടുണ്ട്? എനിക്കാരെയും കാണണ്ട. ദയവ് ചെയ്ത് എന്നെ ഒന്ന് ശല്യപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. എനിക്കാരെയും കാണണ്ട. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ മോൻ അങ്ങനെയൊന്നും പറയില്ലേ. ഈ അച്ഛനെ വിഷമിപ്പിക്കരുത്. നിനക്കറിയാലോ ഈ അച്ഛൻ്റെ അവസ്ഥ. വളരെ മോശാവസ്ഥയിലൂടെയാണ് അച്ഛൻ്റെ ഹൃദയം പോയിക്കൊണ്ടിരിക്കുന്നത്. 2 അറ്റാക്ക് കഴിഞ്ഞു. ഒരെണ്ണം കൂടായ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മോനോട് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം എന്ന് പറയാണ്. അങ്ങനെ രോഹിത്തിനെ കാണാൻ ഒരു സൈക്കോളജിസ്റ്റ് വരാണ്. മുറിയിലേക്ക് മനസ്സോടെ രോഹിത്ത് കയറ്റുന്നുണ്ട്. അങ്ങനെ കുറേ നേരം സംസാരിക്കുമ്പം രോഹി അയാളെ കെട്ടിപ്പിടിച്ച് കരയാണ്. അന്ന് ശരണ്യയുടെ ആ ഒരു മുറിയിൽ വെച്ച് അവൻ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാനൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. പക്ഷേ ഹരിയാണ് അത് പിടിച്ചു മേടിച്ച് വെച്ചത്. എന്നിട്ട് അവനെ അടിക്കുകയും ചെയ്തിട്ടോ. പോലീസിനെ വിളിച്ചറിയിച്ച് ഞങ്ങളെ കൊടുക്കാനുള്ള നിന്റെ പ്ലാനെന്നും ചോദിച്ച് അവനെ അടിച്ചു വീഴ്ത്തായിരുന്നു. ആ സംഭവങ്ങളെല്ലാം തന്നെ രോഹി അവരോട് പറഞ്ഞ് പൊട്ടിക്കരയാണ്. അങ്ങനെ സൈക്കോളജിസ്റ്റ് രോഹിനെ ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രോഹിയിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ടോ. എന്നിട്ട് താഴെ വന്നിട്ട് ഇവരോട് പറയാണ്, നിങ്ങൾ ഇങ്ങനൊരു സംഭവം നടന്നത് പോലും ഇനി അവൻ്റെ അടുത്തിരുന്ന് പറയുകയോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കിയോ ഒന്നും ചെയ്യരുത്.
ഒരു ദിവസത്തിന് എങ്ങോട്ടെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോയാൽ അത് നന്നായിരിക്കും. അവൻ്റെ മനസ്സിന് ആരെയൊക്കെയാണ് ഇഷ്ടം അവർ മാത്രമേ കൂടെ കാണാവുള്ളൂ, മറ്റാരും തന്നെ കാണാൻ പാടില്ല. അവൻ്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധമാണ്. ആ ശരണ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ അവൻ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധമാണ് അവൻ്റെ മനസ്സിൽ. അതുമാത്രമല്ല, ജയിലിൽ പോയി കിടന്നപ്പം സഹതടവുകാരുടെയും മറ്റും ഒരുപാട് ക്രൂരതകൾ അവൻ ഈ 30 ദിവസത്തിനകം അനുഭവിക്കേണ്ടി വന്നു. സ്റ്റേഷനിൽ വെച്ചും ഒരുപാട് അവൻ അപമാനിക്കപ്പെട്ടു. അതുകൊണ്ടൊക്കെയാണ് അവൻ്റെ മനസ്സ് തളർന്നു പോയത്. അത് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് പാടാ. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് സൈക്കോളജിസ്റ്റ് അവിടുന്ന് പോകണുണ്ട്. അതേസമയം ബാലചന്ദ്രൻ അലീനയോടും ബബിതയോടും കൃഷ്ണയോടും ചോദിക്കാണ്, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു ദിവസം ടൂറ് പോയാലോ അവനെയും കൊണ്ട്? അപ്പോൾ അവൻ്റെ മനസ്സിന് നല്ല ഫ്രീ ആയിരിക്കും. ബബിത പറയാണ്, അയാൾ പറഞ്ഞിട്ട് പോയത് അച്ഛനെ കേട്ടതല്ലേ, ഇഷ്ടമുള്ളവർ മാത്രമേ കാണാവുള്ളൂ, അതിനർത്ഥം എന്താ ഇവൾ അവരുടെ കൂടെ കാണരുത് എന്നല്ലേ അച്ഛാ എന്ന് ചോദിക്കാണ്. അലീനെ ഒഴിവാക്കിക്കൊണ്ട് പോകണമെന്നാണോ നീ പറയുന്നത്? അത് നടക്കില്ല. അപ്പോൾ അലീന പറയാണ്, അച്ഛാ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നോട് ദേഷ്യമാണ്. ഞാനിവിടെ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണായിട്ടാ അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതാ ബബിത പറഞ്ഞതാണ് ശരി. ഞാൻ കൂടെ വന്നാൽ അതവന് കൂടുതൽ ഇറിറ്റേറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. ബാലൻ പറയാണ്, അത് ശരിയാണോ മോളെ? നിന്നെ മാത്രം ഇവിടെ നിർത്തിട്ട് പോയാൽ അത് ശരിയാവോ? അവൻ രക്ഷപ്പെടാൻ തന്നെ കാരണം നീയല്ലേ? അച്ഛാ അതൊന്നും അവൻ അറിയില്ല. ഇപ്പം അവനെ ഒന്നും അറിയിക്കാൻ വേണ്ട. നിങ്ങളെല്ലാവരും പോയി ഒന്ന് ചുറ്റിയടിച്ചിട്ട് വാ, ഒരു ദിവസം മൊത്തം അവൻ്റെ മനസ്സിൽ നല്ല റിലാക്സേഷൻ ഉണ്ടാകണം എന്നൊക്കെ പറയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം ബാലചന്ദ്രൻ അവനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും വരുന്നില്ല കേട്ടോ. പക്ഷെ എങ്ങനെയൊക്കെയോ സെൻറ്റി അടിച്ചും ഓർന്നൊക്കെ പറഞ്ഞും അവനെ വിളിച്ച് കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് വരുവാണ്. അങ്ങനെ ടേബിളിന് മുമ്പിൽ വന്നിരിക്കുമ്പം അലീനെ കാണുമ്പം അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അലീന അപ്പോൾ തന്നെ അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയം ബാലചന്ദ്രൻ ഭക്ഷണം ഉരുട്ടി അവന് വാരി കൊടുക്കാൻ നോക്കുമ്പം എനിക്ക് വേണ്ട എന്ന് പറയാണ്. അച്ഛനല്ലേടാ ഒന്ന് വാങ്ങിക്കടാ എന്ന് പറയുമ്പം അവൻ അനുസരണയോടുകൂടി അത് വാങ്ങി കഴിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനെ 3-4 ഉരുള വാങ്ങിച്ചതിന് ശേഷം എനിക്ക് മതിയെന്ന് പറഞ്ഞ് കയറി പോവാണ്. ബാലചന്ദ്രന്റെ കണ്ണീന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട് കേട്ടോ. കൃഷ്ണയോടും ഭവിജനും പറയാണ്, നിങ്ങളെ 3 പേരെയും ഈ ഒക്കത്തും തോളത്തും ഒക്കെ കൊണ്ടാ ഞാൻ നടന്നത്. എൻ്റെ കയ്യിൽ തോങ്ങിയാ നിങ്ങൾ 3 പേരും നടന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് അവനെ ആയിരുന്നു. കാരണം ആദ്യമായി ഞങ്ങൾ കണ്ട കുഞ്ഞ് അവനല്ലേ. അവനെ എവിടെ പോയാലും ഞാൻ കൊണ്ടുപോയിരുന്നു, ഷോപ്പിലേക്കും തുണിക്കടയിലേക്കും എല്ലായിടത്തേക്കും. അപ്പം എല്ലാവരും ചോദിക്കും എന്തിനായ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ മോൻ തോളത്തുള്ളത് എന്തോ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെയാ അങ്ങനെ കൊണ്ടുപോകാതൊക്കെ ആയത് എന്നൊക്കെ പറയാണ്. ഇതൊക്കെ മുകളിൽ നിന്നുകൊണ്ട് രോഹിത്തും കേൾക്കുന്നുണ്ട്. രോഹിത്തിനും അത് കേൾക്കുമ്പം വല്ലാണ്ട് ഫീലാവാണ്. ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കഴിക്കാതെ എഴുന്നേറ്റ് പോകുമ്പം കൃഷ്ണമോള് അച്ഛാ കഴിക്കച്ചാ, ഗുളിക മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഇങ്ങോട്ടേക്കൊന്ന് അലീനെ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ആഹാരം കഴിക്കാണ്. ഇതേ സമയം രാത്രിയിൽ ബബിത വൈദ്യനെ വിളിക്കുന്നുണ്ട്. അമ്മ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. അലീനെന്ന് പറഞ്ഞവളാ അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കിയത്. ഇനി അതിൻ്റെ പേരിലായിരിക്കും പറച്ചില്. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ രാജകുമാരിയെ പോലെ നടക്കാം. അമ്മ വീടിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി? മോളെ അവൻ നോക്കുന്നുണ്ട്. ഇന്നാകും നാളെയാവെന്നും പറഞ്ഞ് ആ ബ്രോക്കറിനെ ചുറ്റിച്ചോണ്ടിരിക്കുക. എത്രയും പെട്ടെന്നാവും. അല്ല മോളെ, രോഹിത്ക്ക് എങ്ങനെയുണ്ട്? അമ്മേ, രോഹിയേട്ടന് വല്ലാത്തൊരു ഡിപ്രഷൻ മോഡലാ. ഇന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ വിളിച്ചിരുന്നു. അയാൾ വന്ന് എന്തൊക്കെയോ സംസാരിച്ചു. അതിനുശേഷം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. നാളെ രോഹിയേട്ടനെ കൂട്ടി എവിടെയെങ്കിലും പുറത്തൊരു ഔട്ടിങ്ങിന് പോകണമെന്നാ അയാൾ പറഞ്ഞിട്ട് പോയത്, മനസ്സൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അല്ല, എന്തു പറയുന്നു നിന്റെ അച്ഛൻ ബാലചന്ദ്രൻ? അയാൾ ഇപ്പോഴും അലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണോ? എൻ്റെ ഒരു മോനെ ഒന്ന് നോക്കുന്നെങ്കിലും ഉണ്ടോ? അതൊക്കെയുണ്ട്. അച്ഛൻ പോയി സംസാരിച്ചു. അതിനുശേഷം രോഹിയേട്ടൻ താഴേക്ക് ഇറങ്ങി വന്നത് പോലും. അച്ഛനാണെങ്കിലോ ചോറുരുട്ടി വാരി കൊടുക്കുകയും ചെയ്തു. ആ 3-4 ഉരുള മാത്രമേ ഏട്ടൻ കഴിച്ചുള്ളൂ. എന്നിട്ട് കയറിപ്പോയി. അച്ഛനോടൊന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അലീനെ കൊണ്ടുപോകണമെന്നായിരുന്നു അച്ഛൻ്റെ വാശി. പക്ഷെ ഞാൻ പറഞ്ഞു അത് ശരിയല്ല, രോഹിയേട്ടൻ ഇഷ്ടമില്ലാത്തതും കൊണ്ട് പോകണ്ടാന്ന്. അത് കേട്ടപ്പോൾ നിവൃത്തിയില്ലാതെ അച്ഛൻ സമ്മതിച്ചു. അല്ലടി, ഇവൾ എന്ത് ചെയ്തിട്ടാ അതിന് നമ്മുടെ രോഹിയെ പുറത്തിറക്കിയത്? എല്ലാം കള്ളത്തരാ. ആർക്കറിയാം, DGP വിളിച്ചെന്നോ അവരെ വിളിച്ചെന്നോ ഒക്കെ പറയുന്ന കേട്ടു. എനിക്കൊന്നും അറിയില്ലമ്മേ. എന്തായാലും അവള് കാരണമൊന്നുമല്ല. അവളാ ശരണയെ പോയി കണ്ട് നല്ല തല്ലിയിട്ടെന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. എന്താണെന്നും എനിക്കറിഞ്ഞൂടാ എന്നൊക്കെ പറയാണ്. എന്തായാലും നാളെ നിങ്ങൾ അവനെ കൊണ്ട് പോയിട്ട് വാ. ഏറിപ്പോയാൽ ഒരാഴ്ച.
2 ദിവസത്തിനുള്ളിൽ എൻ്റെ പ്ലാസ്റ്റർ കട്ട് ചെയ്യും. അതിനുശേഷം ഞാൻ നിങ്ങളെയും കൂട്ടി ആ വീട്ടിലേക്ക് പോകും. ഒരു ഹോം നേഴ്സിനെ കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഇനി അലീനയില്ലാതെ സ്വസ്ഥമായി ജീവിക്കാം എന്ന് പറയാം കേട്ടോ. എൻ്റെ അമ്മേ, എത്രയും പെട്ടെന്ന് ആയാൽ മതിയായിരുന്നു. എനിക്ക് മടുത്തിവിടെ. ഇവളുടെ കൂടെ നിന്ന് ഞാനിപ്പോൾ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോവാ എന്നൊക്കെ പറയാണ്. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബാലചന്ദ്രൻ എല്ലാവരെയും വിളിക്കുകയാണ്. നന്നായി കുളിച്ച് ഷേവൊക്കെ ചെയ്ത് രോഹിത് ആണെങ്കിലും കുറച്ച് കാണാനൊക്കെ ഒരു ഇച്ചിരി മെനയായിട്ടോ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വരുമ്പം അപ്പോൾ തന്നെ അലീന ഫുഡ് എടുത്തു വെച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. കാരണം അവളെ കണ്ടാൽ വീണ്ടും ദേഷ്യമാവുമല്ലോ, അതുകൊണ്ട് തന്നെ. അങ്ങനെ ബാലചന്ദ്രൻ കഴിക്കാൻ പറയുമ്പം ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷം കുറച്ച് മാത്രമേ കഴിക്കാണ്. നിനക്ക് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എടുത്തോ, നമ്മൾ ഇന്നൊരു 1 ഡേ ട്രിപ്പിന് പോവാ. ഞാൻ അങ്ങോട്ടും വരുന്നില്ല. ഇന്നലെ ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞത് മോൻ കേട്ടതല്ലേ, മോന്റെ മനസ്സ് ഒന്ന് ഫ്രീ ആകാനാ. മോൻ എഴുതിട്ടും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇതിനെ വിഷമിക്കുന്നേ. അതുകൊണ്ട് മോൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ദേ ഞാനിന്ന് ലീവ് എടുത്തു, കൃഷ്ണമോളും ഭവിതയൊക്കെ ലീവ് എടുത്തു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനസ്സോടെ രോഹിത് ഇവരവിടെ പോകാൻ തയ്യാറാവാണ്. അങ്ങനെ 4 പേരും കൂടി കാറിൽ കറങ്ങാനായിട്ട് പോവാണ്. ഇത് കണ്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം രോഹി അങ്ങനെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയല്ലോ. അതുകൊണ്ട് അങ്ങനെ ബാലനും കൃഷ്ണയും രോഹിയും അതുപോലെ ബബിതയും കൂടെ കൂടിയിട്ട് കുറേ ദൂരം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ബീച്ച് സൈഡിലൊക്കെ പോയിട്ട് ഇവര് എൻജോയ് ചെയ്യാണ്. രോഹിത് അപ്പോഴും മാറി നിൽക്കുകയാണെങ്കിലും ബബിതയും കൃഷ്ണയും കൂടി അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണൊക്കെയുണ്ട്. പിന്നെ വാട്ടർ തീം പാർക്കിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഹോട്ടലുകളിലും ഒക്കെ ഇവര് കയറി ഇറങ്ങി നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാണ്. രോഹിത്തിന്റെ മനസ്സ് പതിയെ ഒന്ന് മൂവ് ഓണായി വരുന്നുണ്ട്. അങ്ങനെ ഇവർ തിരികെ വരുന്നുണ്ട്. രോഹിത്തിന്റെ മുഖത്ത് ചെറിയൊരു പ്രസാദമൊക്കെ കാണുമ്പം അലീനയ്ക്കും വല്ലാണ്ട് സന്തോഷമാവുന്നുണ്ട്. ബാലൻ പറയാണ്, നിന്റെ പഴയ ഫോൺ ആ പോലീസുകാരുടെ കയ്യിലല്ലേ, പുതിയൊരു ഫോൺ ഞാൻ മേടിച്ചു തരാം. പുതിയൊരു സിമ്മ് അതിലിട്ടാ മതി. ഇനി തുടങ്ങാൻ പോണത് പുതിയൊരു ജീവിതമായിരിക്കണം. പഴയതെല്ലാം മറന്നേക്ക്. പഴയ കൂട്ടുകെട്ടും പഴയ നമ്പേഴ്സും എല്ലാം മറന്നേക്ക്. ഇന്ന് നീ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ പോണേ. പിന്നെ ഒരുപാട് ക്ലാസ് മിസ്സായി കോളേജിലേക്ക് പോകണ്ടേ. ഞാൻ ഇനി എങ്ങോട്ടും പോണില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ കോളേജിലേക്ക് ഞാൻ പോണോ? എല്ലാവരുടെ മുമ്പിൽ ഞാനിപ്പോ ഒരു റേപ്പിസ്റ്റാ. അങ്ങനെ അവരുടെ മുമ്പിൽ പോയി നാണം കിടാൻ എനിക്ക് വയ്യ. എടാ, നീ എങ്കിൽ അവിടെ പോകണ്ട. നീ ഏത് കോളേജാണോ ഇഷ്ടമെന്ന് പറ. ആ കോളേജിൽ അച്ഛൻ നിനക്ക് റെഡിയാക്കി തരാം. എവിടെ പോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എന്റെ ഈ മുഖത്തിന് മാറ്റമൊന്നും ഇല്ലല്ലോ. എന്റെ ഫോട്ടോ എല്ലാ പത്രത്തിലും അച്ചടിച്ചു വന്നതല്ലേ. അതുകൊണ്ട് എവിടെ ചെന്നാലും എനിക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ. ശരി, നീ കുറച്ച് സമയമെടുക്ക്. അത് കഴിയുമ്പോൾ ഇതെല്ലാം ആർത്തണ്ടക്കും. എന്റെ മോൻ നിരപരാധിയാണെന്ന് എല്ലാവരും അറിയുമല്ലോ. ആ സമയം മതി എന്റെ മോന് ഒന്ന് മൂവ് ഓൺ ആകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ രോഹിത് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അലീന വന്നിട്ട് ബാലനോട് ചോദിക്കാണ്, എന്താ അച്ഛാ, അവൻ എൻജോയ് ചെയ്തോ അതോ മൂഡ് ഓഫ് ആയിരുന്നോ? ആ, ഉച്ചവരെ ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു. പിന്നെ പതിയൊന്ന് മൂവാൻ തുടങ്ങിയിട്ടുണ്ട്. അവന്റെ മനസ്സിലെ ആ ഒരു ഡ്രോമ അത് മനസ്സിന് മാറണമെങ്കിലേ കുറച്ച് ദിവസമാവും. അതുകൊണ്ടാ മോളെ. സാരമില്ല, എങ്കിലും അവൻ ഇച്ചിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മോള് പറഞ്ഞിട്ടാ സൈക്കോളജിസ്റ്റിനെ വിളിച്ചത്. അതെന്തായാലും ഇപ്പൊ നല്ലതായി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ അത്താഴമൊക്കെ കഴിക്കാണ്. അതിനുശേഷം എല്ലാവരും പോയി കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രോഹിത് ആണെങ്കിലോ രാത്രിയില് ഒരു സമാധാനം ഇല്ലാതെ മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കായിരിക്കും. എന്നിട്ട് അവനിങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അലീനയോട് പണ്ട് മോശമായി പെരുമാറിയതും ഒരു പെൺകുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് വന്നതും ശരണയുടെ കാര്യവും എല്ലാം, സഹതരവാറിന് തീരിട്ട പ്രശ്നങ്ങളും ആ ഒരു ജയിലിൽ നിന്ന് അനുഭവിച്ചതും സ്റ്റേഷനിൽ വെച്ച് കിട്ടിയ അടിയും എല്ലാം ഓർത്തോർത്ത് അവൻ പൊട്ടിക്കരയുന്നുണ്ട്. മാനസികമായി വല്ലാതെ തളർന്നു പോവാണ് കേട്ടോ. അങ്ങനെ മുറിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ഹാളിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. ആകെപ്പാടെ തന്റെ ചുറ്റും ആരൊക്കെ ഉള്ളതുപോലെയും തന്നെ അവരെല്ലാം കൂടി കൊല്ലാൻ വരുന്ന പോലെയൊക്കെ അവന് വല്ലാത്തൊരു തോന്നലാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയം ഹാളില് അലീന നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട്. എവിടെ പോയതാ രോഹിത്തെ? അവൻ നിന്നോട് പറഞ്ഞ കാര്യമുണ്ടോ? ഇത് എന്റെ വീടാ, എവിടെ വേണമെങ്കിലും ഞാൻ പോവും. നീ ആരോട് ചോദിക്കാൻ? പാതിരാത്രി നിനക്ക് ഉറക്കമില്ലേ? അയ്യോ, ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർന്നപ്പോൾ കിടന്നപ്പം വൈകിപ്പോയി, അതാ. നാശം പിടിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് രോഹി മുകളിൽ കയറി പോകുമ്പം, നിനക്ക് വെള്ളം വേണോ? എനിക്കൊന്നും വേണ്ട, ഒന്ന് പോയി തരാവോ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് അവൻ അവന്റെ മുറിയിലേക്ക് കയറി പോവാണ്. അലീന ഒന്നും വേണ്ടാതെ ലൈറ്റിൽ ഓഫാക്കിയിട്ട് അവരുടെ മുറിയിലേക്കും കയറി പോകുന്നുണ്ട്. രോഹിത് വീണ്ടും കുറെ നേരം കഴിഞ്ഞപ്പം ഹാളിലേക്ക് ഇറങ്ങി വരാൻ കേട്ടോ. ഇതേ സമയത്ത് ബബിതയുടെ മുറിയിൽ നിന്നും ഒരടക്കം പറിച്ചിലും ചിരിയും വെട്ടവും ഒക്കെ അവൻ കാണുകയാണ്.
എന്താണെന്നറിയാൻ അവൻ അടുത്തേക്ക് പോയി കഥകളിൽ ചാരുന്ന് ശ്രദ്ധിക്കുമ്പം ബബിത ആരുടെ ഫോൺ സംസാരിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കാണ് കേട്ടോ. അങ്ങനെ അവൻ മനസ്സിലാക്കിയതിന് ശേഷം അവന്റെ ഹാളില് ആ കസേരത്തിന് ഇരിക്കുകയായിരിക്കും. ഈ സമയങ്ങളിലെല്ലാം അവന്റെ മനസ്സിൽ ആ ഒരു ഡ്രോമയാണെങ്കിൽ പോലും ബബിത ഈ പാതിരാത്രിയില് സംസാരിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം അവൻ കേൾക്കുന്നുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ട് അവനോട് ഇരിക്കുകയാണ്. എപ്പോഴും അവിടെ കിടന്ന് അവനും ഉറങ്ങിപ്പോകുന്നുണ്ട്. രാവിലെ ആദ്യം എഴുന്നേറ്റ് വരുന്നത് അലീന ആയിരിക്കട്ടോ. അലീന ഇത് കാണുകയാണ്. അവനെ വിളിച്ചുകൊണ്ടത്തിൽ ഒരുപക്ഷെ അവൻ ദേഷ്യപ്പെടുമെന്ന് പേടിച്ചിട്ട് അവൾ മിണ്ടാതടക്കിലേക്ക് പോണുണ്ട്. ഈ സമയം ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങിയവരാണ്. രോഹി അവിടെ കിടന്നുറങ്ങുന്നത് കണ്ട് അവന്റെ തോളിൽ വന്ന് ബാലൻ കൈവെക്കാണ്. മോനെ രോഹി, നീ എന്താ ഇവിടെ കിടക്കുന്നേ? അപ്പൊ അതിലേക്കും രോഹി ഞെട്ടി എഴുന്നേക്കാണ്. എന്നിട്ട് ചുറ്റും നോക്കിയിട്ട് ഏയ് ഒന്നുമില്ല, ഉറക്കം വന്നില്ല, ഇവിടെ താഴേക്ക് വന്ന് ഇവിടെ ഇരുന്ന് കുറെ നേരം അങ്ങനെ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ നടുവിനൊക്കെ നല്ല വേദന എടുക്കും, റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുമ്പോഴേക്കും അവൻ മുറിയിലേക്ക് കയറി ചെല്ലാണ്. ഈ സമയം ബബിത ഇറങ്ങി വരുന്നത് തന്നെ ഫോണിൽ ഞോണ്ടിക്കൊണ്ടായിരിക്കും കേട്ടോ. രോഹിത് അപ്പോ അത് ശ്രദ്ധിക്കാണ്. തങ്ങളെപ്പോലുള്ള കുറെ പേർ കാരണം ശരണയുടെ ജീവൻ നശിച്ചല്ലോ. അപ്പോ അവളെ സ്നേഹിക്കുന്നതും തന്റെ പെങ്ങളെ സ്നേഹിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഒരു തോന്നല് അവന്റെ മനസ്സിലുണ്ടാവാണ്. അവന്റെ മനസ്സിലേക്ക് പഴയ ആ സംഭവങ്ങളെല്ലാം മാറി ബബിതയുടെ കാര്യം മുന്നോട്ട് വരണം കേട്ടോ. അവനങ്ങനെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം ബാലന് സിറ്റ് ഔട്ടിലേക്ക് പത്രം വായിക്കാനൊക്കെ ആയിട്ട് പോവാണ്. ഈ സെയിം സമയത്ത് കമലയുടെ വീട്ടിൽ ആകെപ്പാടെ പൊരിഞ്ഞാടി നടക്കാണ് കേട്ടോ. കമല ശിവനോടും അതുപോലെ രാജീവിനോടും മനുവിനോടും പറയാണ്, കണ്ടോ ഞാൻ അന്നേ പറഞ്ഞില്ലേ അലീന എന്തൊക്കെങ്കിലൊക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി എടുക്കുമെന്ന്. ഇപ്പൊ എങ്ങനുണ്ട് അലീന ആ DGPയോ ആരെയൊക്കെ വിളിച്ച് രോഹിത്തിനെ പുറത്തിറക്കിയത് കണ്ടോ? പുല്ല് പോലല്ലേ പുഷ്പം പോലെയുള്ള പുറത്തേക്ക് ഇറക്കിയത്. നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും സാധിച്ചോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും മനു പറയാണ്, അമ്മയുടെ മോനെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ 1ാം പ്രതിയാ. അവനെ എന്ത് ചെയ്യണമെന്നാ അമ്മ പറയുന്നത്? പുറത്തിറക്കാൻ പറ്റുമോ? പോയി ചോദിക്കാൻ പറ്റുമോ? അതേസമയം രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആ ശരണ എന്ന കൊച്ചു പറഞ്ഞു. അതവരുടെ വീട്ടുകാർക്കും ആ പാർട്ടിക്കാർക്കും എല്ലാവർക്കും അറിയായിരുന്നു. ആ പോലീസുകാര് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മനഃപൂർവ്വം കേസിന് ബലം കിട്ടാൻ വേണ്ടി രോഹിത്തിനെ കൂടി അതിൽ ഉൾപ്പെടുത്തായിരുന്നു. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അലീന DGP വിളിച്ച് റെക്കമെൻഡ് ചെയ്തത്. അത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ആ DGP അതിൽ ഇടപെട്ടതും ശരണയുടെ മൊഴിയെടുത്തതും അങ്ങനെ രോഹിയെ വെറുതെ വിട്ടതും. അല്ലാതെ അമ്മ പറഞ്ഞ പോലെ അവൻ കേസിലെ പ്രതിയായതുകൊണ്ട് വെറുതെ വിട്ടതൊന്നുമല്ല. ഹരിയുടെ കാര്യം അങ്ങനല്ലെന്നമ്മ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇതല്ല സത്യം. ആ ഹരി തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവനെ പിടിച്ചു വച്ചിരിക്കുന്നത്. കൂട്ടത്തിലെ മെയിൻ പുള്ളി അവനാ. ഗൂഢാലോചനയും പ്ലാനിങ്ങും പദ്ധതിയും പെൺകുട്ടിയെ കൊണ്ടുവന്നതും പീഡിപ്പിച്ചതും എല്ലാം അവനാ. ഇങ്ങനെയുള്ളപ്പോ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അമ്മ തന്നെ പറ. എന്തായാലും എന്നെ കൊണ്ട് കഴിയില്ല. അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മയൊന്ന് ഇറങ്ങി നോക്ക്. മനു പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. രാജീവൻ പറഞ്ഞിട്ട്, ചേച്ചി അവൻ പറഞ്ഞത് സത്യ. കാരണം രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഓൾറെഡി തെളിഞ്ഞതാ. പോലീസുകാർക്കും അതറിയാം. അവരുടെ കയ്യിൽ തെളിവില്ല. പക്ഷെ ഹരി പീഡിപ്പിക്കുന്ന വീഡിയോ സഹിതം അവൻ എടുത്തു വെച്ചിട്ടുണ്ട് അവന്റെ ഫോണില്. അതിലും രോഹിയില്ല. ആ പെൺകുട്ടി മൊഴി കൊടുത്തു. ആ പാർട്ടിക്കാരും പോലീസുകാരെയും എല്ലാം DGP നിപ്പിൽ വിറപ്പിച്ചു. എല്ലാവരും അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു. അതുകൊണ്ടാ രോഹിയെ പുറത്തിറക്കാൻ സാധിച്ചത്. അല്ലാതെ അവൻ തെറ്റ് ചെയ്തിട്ടും അവനെ പുറത്തിറക്കിയതല്ല. നമ്മുടെ ഹരിയുടെ അവസ്ഥ അങ്ങനല്ലേ ഏട്ടത്തി. 1ാം പ്രതി അവനാ. അവനെ പുറത്തിറക്കാന്നുള്ളത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ജാമ്യത്തോട് ഞങ്ങൾ പലതും ചെയ്തു നോക്കിയിട്ടും അതൊന്നും കിട്ടുമെന്ന് ഒരു തോന്നലില്ലേ ചേച്ചി. പോക്സോ വകുപ്പും കൂടി അവന്റെ മേലെ ചുമത്തിയിട്ടുണ്ട്. അത് മാത്രം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാന്നേ ഉള്ളൂ. ശിക്ഷ കുറഞ്ഞു കിട്ടും, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്നും പറഞ്ഞ് രാജീവനെ കയറിപ്പോവാണ്. കണ്ടോ ശിവേട്ടാ, കണ്ടോ എല്ലാരും നമ്മളെ കൈയൊഴിഞ്ഞു. അവന്റെ സ്വന്തം ചേട്ടനും നിങ്ങളുടെ അനിയനും എല്ലാരും കൈയൊഴിഞ്ഞു. ബാലചന്ദ്രൻ എന്താ അവന്റെ മോനെ പുല്ലുപോലെ ഇറക്കിയില്ലേ? നിങ്ങളും ഉണ്ടല്ലോ കഴിവിട്ടാനായിട്ട്. ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കാൻ നിൽക്കരുത്. നീ മോനെ വളർത്തി വഷളാക്കി ഇമ്മാതിരി തോന്നിവാസം കാണിക്കാൻ പറഞ്ഞിട്ടിട്ട് ഞാനാണ് ഇപ്പൊ കുറ്റക്കാരൻ ആണോ? ഞാൻ എവിടെയൊക്കെ കയറി ഇറങ്ങിന് നിനക്കറിയോ? എത്ര പേരെ കാല് പിടിച്ചു നിനക്കറിയോ? എത്ര പണം ഓഫർ ചെയ്ത് നിനക്കറിയോ? ഓരോരുത്തരുടെ മുമ്പിൽ കൈ കൂപ്പിയെ നിന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ആട്ടി പുറത്താക്കായിരുന്നു. ഒന്ന് ഇറങ്ങി നോക്ക്, അപ്പൊ അറിയാം. ഈ പെരക്കകത്തിരുന്നോണ്ട് കുശുമ്പം കുന്നായ്മയും പറഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ ഇങ്ങനെ പറയാനല്ലേ നിന്നെ കൊണ്ട് അറിയുള്ളൂ. അല്ലാതെ പുറത്തിറങ്ങിപ്പോയി ചോദിക്കാൻ അറിയോ? ഓർത്തരെ കാലേ വീണ് പോയി നോക്ക്. സ്വന്തം മോൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഒരാളുടെ മുമ്പിൽ പോകുമ്പോളേ അവരെങ്ങനെയായിരിക്കും ആട്ടുകയും തുപ്പയും ചെയ്യാന്നൊക്കെ ഒന്ന് പോയി മനസ്സിലാക്ക്, അപ്പൊ അറിയാം. നിന്റെ മകൻ തെറ്റ് ചെയ്തുകൊണ്ടാ അവൻ അനുഭവിക്കുന്നത്. രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശിവനും കയറി പോവാണ്. കമല ദേഷ്യവും സങ്കടവും ഒക്കെ വന്നുകൊണ്ട് അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ.
ബബിത ആരുമായിട്ടാണ് സംസാരിക്കുന്നത്, എന്താണ് അവളുടെ കള്ളക്കളി എന്നറിയാൻ വേണ്ടിയിട്ട് രോഹിത്ത് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അങ്ങനെ രാവിലെ രോഹിത്ത് ഹാളിൽ തന്നെ ഇരിക്കുകയായിരിക്കും. ഈ സമയം അലീന ചായ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അവളെ രൂക്ഷമായി നോക്കിയിട്ട് അവനോട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അലീന ഒന്നും മിണ്ടാതെ അവിടെ നകത്തേക്ക് കയറി പോവാണ്. വീണ്ടും അവൾ പോയതിനു ശേഷം രോഹിത് സെറ്റിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വൈദ്യുത മുറിയിലാണല്ലോ അവൾ താമസിക്കുക, അതായത് നമ്മുടെ ബബിത അങ്ങനെ കുളിക്കാനായിട്ട് പോണത് ഇവൻ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അവളുടെ മുറിയിൽ കയറിയിട്ട് അവളുടെ ഫോൺ എടുക്കാണ്. അതിനുശേഷം വന്ന് കൃഷ്ണയോട് അവളുടെ ലോക്ക് അറിയാൻ ചോദിക്കുമ്പം കൃഷ്ണ ലോക്ക് പറഞ്ഞു കൊടുക്കാണ്. എന്തായിട്ടാ കാര്യം, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, വേറൊന്നും നീ അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവന്റെ മുറിയിലേക്ക് പോയി കഥ കടിച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയം കൃഷ്ണ പോയിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ രോഹിയേട്ടൻ ബബിതേച്ചിയുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി, എന്നിട്ട് ദേഷ്യപ്പെട്ട് വാതിലടച്ചു. അവനോ? എന്തിനാ ബബിതയുടെ ഫോൺ എടുത്തേ? അറിയില്ലച്ചാ, മേടിച്ച് റൂമിൽ നിന്ന് എടുത്തോണ്ട് പോണ കണ്ടു, എന്നിട്ട് മുറിയിൽ കയറി കഥ അടച്ചിരിക്കുക. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്. ഏയ് അവനിപ്പോൾ യൂസ് ചെയ്യാൻ ഫോണില്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും കുറച്ച് ദിവസം ഫോൺ കാണാതിരിക്കുന്നതായിരുന്നു നല്ലത്. അവന്റെ വാർത്തകളെല്ലാം ഇനിയിപ്പോൾ പോസിറ്റീവായിട്ട് വരുന്നത് അവൻ കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അച്ഛാ അതല്ല, എന്താ മോളെ, എന്താ കാര്യം? അത് പിന്നെ എന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് തന്നെ രോഹി മുറിയിൽ പോയിട്ട് അവളുടെ ഫോൺ എടുത്ത് വാട്സപ്പ് ചെക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോഴായിരിക്കും അമ്മയുടെ വാട്സപ്പ് അതിൽ കാണുന്നത്. ആദ്യമായിട്ട് നോക്കുമ്പോൾ പിന്നെ വായിക്കാൻ നടക്കുന്ന മെസ്സേജുകൾ ആയിരിക്കുമല്ലോ. ആ മെസ്സേജുകളും അതുപോലെ തന്നെ ഇവരുടെ വീഡിയോ കോളിൻ്റെ സ്ക്രീൻഷോട്ട്, പിന്നെ മോശമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാമാണ് കേട്ടോ അതിൽ കിടക്കുന്നത്. ഒരു സഹോദരൻ സഹോദരിയെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ തന്നെ ആ ഒരു ഫോട്ടോയിലൂടെ കാണുന്നുണ്ട്. അതുപോലെ ഹരിയുടെ ഒരു മെസ്സേജ് കൂടി അതിൽ കാണുകയാണ്. അപ്പം ഇവൻ ഓർക്കുന്നുണ്ട്, ഹരി ജയിലിൽ പോയിരിക്കുകയല്ലേ എന്നാലോചിച്ചുകൊണ്ട് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഈ പറയുന്ന അമലും ഇവളുമായിട്ട് ആ ഒരു മുറിയിലേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് പോകണതും അവിടെ വെച്ച് അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതും ആ ഒരു വീഡിയോ അയച്ചു കൊടുത്ത് ഹരി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതും എല്ലാം ഇവൻ കാണാൻ കേട്ടോ. ജയിലിൽ വെച്ച് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഹരി പറഞ്ഞായിരുന്നല്ലോ ബബിതയുടെ വീഡിയോ എടുത്തു ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അവിടെ വെച്ച് അവൻ്റെ ഹരി ഒന്നും ചെയ്യാനായില്ല. പക്ഷേ ഇതുപോലെ ബബിതയ്ക്ക് എന്തൊരു കണക്ഷൻ ഉണ്ടെന്നും മോശമായ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അവൻ അന്നേ മനസ്സിലാക്കിയതാണ്. അത് പിടിക്കാൻ വേണ്ടിയിട്ടൂടാണ് കേട്ടോ രോഹിത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവളുടെ ഫോൺ മുഴുവൻ പരിശോധിക്കുന്നതിൽ വെച്ച് ഈ അമലയുകളുമായിട്ട് കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇതുപോലെ മോശമായ രീതിയിലുള്ള ബന്ധമുണ്ടെന്നും അവളിങ്ങനെ നടക്കുകയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവൻ മനസ്സിലാക്കുന്നുണ്ട്. ദേഷ്യപ്പെട്ട് അവൻ കഥ വലിച്ചു പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയം കുളി കഴിഞ്ഞ് വരുന്ന ബബിത തന്റെ ഫോൺ അന്വേഷിക്കുകയാണ്. ഡി കൃഷ്ണേ, നീ എന്റെ ഫോൺ എടുത്തോ? ഞാൻ എടുത്തില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഹാളിലേക്ക് ഇപ്പോൾ ബാലചന്ദ്രനും അലീനയും കൃഷ്ണയും വരികയാണ്. മുകളിൽ നിന്ന് താഴേക്ക് രോഹിത്തും ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ മുറി വെച്ചിട്ടാണല്ലോ പോയത്, പിന്നെ ഇത് എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. ബാലചന്ദ്രനും കൃഷ്ണയ്ക്കും അലീനയ്ക്കും ആർക്കും അറിയാലോ അവൻ്റെയാണ് ഫോണെന്നുള്ളത്. ആകെപ്പാടെ ഇവർ 3 പേരും വല്ലാണ്ട് നിൽക്കുമായിരിക്കും. രോഹിത്തിൻ്റെ ആ വരവ് കാണുമ്പം ബാലചന്ദ്രൻ തന്നെ ഒരു പേടിയാവുകയാണ്. ഈ സമയം ബബിത അവിടെ അന്വേഷിക്കുമ്പോഴേക്കും ബബിതയുടെ മുമ്പിലേക്ക് രോഹിത്ത് പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ദാ നിന്റെ ഫോൺ. എൻ്റെ ഫോൺ എന്തിനാ രോഹിത്തിനെടുത്തത്? അപ്പോഴായിരിക്കട്ടോ ഒരൊറ്റ അടികളുടെ കവളത്തേക്ക് വീഴുന്നത്. അവള് തലയും കുതി താഴെ കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ എടാ മോനെ എന്നെ വിളിക്കുകയാണ്. അവന്റെ നോട്ടത്തിൽ തന്നെ ബാലൻ പേടിച്ചു പോകുന്നുണ്ട്. ഈ സമയം അവൾ ചാടി എഴുന്നേക്കാണ്. എന്തിനാ എന്നെ അടിച്ചത് എന്ന് ചോദിക്കാണ്. ഇതാരാടി ഈ ഫോണിൽ കണ്ടവൻ എന്ന് ചോദിക്കുമ്പം അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അലിനിക്കും കൃഷ്ണയ്ക്കും കാര്യം അറിയാലോ, അവര് നോക്കുകയാണ്. അച്ഛനൊക്കെ കണ്ടോ? ആ പയ്യനായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവള് കറങ്ങി നടക്കുക. അവന്റെ കൂടെ ഏതോ ഒരു വീട്ടിൽ പോയി അവിടെ വച്ച് അവളുമായിട്ട് നമ്മളെ വീഡിയോ ഹരി എടുത്തത്. എന്നിട്ട് ആ ഹരി ഇവളെ വിളിക്കുകയും ചെയ്തു. അന്ന് ഇവൾ ആ ഫോൺ പൊട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അതുപോലെ എല്ലാ വീഡിയോ വെച്ചും അവൻ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. അവൻ്റെ കൂട്ടുകാർക്കും ഈ വീഡിയോ അവൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ മോളും പിഴച്ചിട്ട് നടക്കുക. ഇത് മാത്രമല്ല, ദേ അവൻ്റെ കൂടെ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ഫോട്ടോസ് വീഡിയോസ് എടുത്തേക്കണെന്ന് അച്ഛൻ നോക്ക്. ഇവർ പല സ്ഥലങ്ങളും പോയി മുറി എടുത്തിട്ടുണ്ട്. ഇവരുടെ ഫ്രണ്ട്സിനടുത്തും ലോഡ്ജിലും പല സ്ഥലങ്ങളിലും. അത് മാത്രമല്ല, രാത്രി വീഡിയോ കോൾ വഴി ഇവർ കാണിക്കാൻ തോന്നിയ എന്തൊക്കെയാണെന്ന് അച്ഛൻ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട് ബാലചന്ദ്രൻ ആകപ്പാട് തകർന്ന് ആ സോഫയിൽ ഇരിക്കുകയായിരിക്കും. അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണാലീനെയും പോയിട്ട് പിടിക്കുന്നുണ്ട്. ഇല്ല മക്കളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൃഷ്ണമോളെ, നീ ഓടിപ്പോയിട്ട് ആ ഗുളിക എടുത്തിട്ട് വന്നേ. കൃഷ്ണ ഓടിപ്പോയിട്ട് ആ ഗുളിക എടുത്തിട്ട് വരാണ്. അപ്പോൾ തന്നെ ബാലന്റെ നാക്കിനടിയിൽ ആ ഗുളിക വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നീ ഇത്ര നല്ലവനാണോ?
നീയേ ഈ നിൽക്കുന്ന അലീനെ തന്നെ പീഡിപ്പിക്കാൻ നോക്കിയാനല്ലേ? മയക്കുമരുന്ന് കലർത്തി അന്ന് ഇവള് കത്തിലെടുത്ത് കുത്തിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ ഹരിയും കൂടി ഇവളെ റേപ്പ് ചെയ്തേനെ. അത് മാത്രമല്ലല്ലോ, ഒരു പെണ്ണേയും കൂട്ടി നീ വീട്ടിലേക്ക് വന്നതല്ലേ? അത് കണ്ടുപിടിച്ചതും അച്ഛൻ തന്നെയാണല്ലോ. പിന്നെ ഒരുത്തിയെ വീട്ടിൽ വിളിച്ചു വരുത്തി 4 പേര് കൂടി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയല്ലടാ നീ. എന്നിട്ടാണോ നീ എൻ്റെ മെക്കിട്ട് കയറുന്നത്? അപ്പോഴേക്കും രോഹിത് പറയാണ്, അതെ, ഞാൻ എല്ലാം ചെയ്തു. അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇതുപോലെ ശിക്ഷ നിനക്കും അനുഭവിക്കണോ? നീ അനുഭവിക്കാൻ പോണത് എന്നെപ്പോലായിരിക്കില്ല, ശരണയെപ്പോലായിരിക്കും. നിന്നെ അവൻ കൊണ്ട് കൂട്ടിക്കൊടുക്കും. അപ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, നിന്നെപ്പോലെ അത്ര വൃത്തിയോടൊന്നുമല്ല അമൽ എന്നെ യഥാർത്ഥത്തോടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവൻ എന്നോട് അങ്ങനെ ചെയ്യില്ല. പിന്നെ ചെയ്യില്ലേ പോലും. നിനക്ക് 18 വയസ്സാവുന്നില്ലേ ഉള്ളൂ. ആ സമയത്ത് തന്നെ നിന്നെയും കൂട്ടി അവൻ ഇതുപോലെ പല സ്ഥലങ്ങളിലേക്കും പോയി മുറിയെടുക്കണമെങ്കിൽ അതിന് ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്കറിയാടി. ഞാനും ഒരാണ് തന്നെയാ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, നിന്റെയൊക്കെ ഫോണിലെ ആ വീഡിയോസും ഫോട്ടോസും എല്ലാം ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്ക് ബോധിച്ചു നീ എങ്ങനത്തോളാന്നും എനിക്ക് മനസ്സിലായി. മേലാൽ ഇമാതിരി പണിയായിട്ട് പോകരുത്. ഇനി അടുത്ത ജയിലിലേക്ക് പോണതേ നിന്റെ മറ്റവനെ കൊന്നിട്ടായിരിക്കും എന്ന് പറയാണ്. അത് പറയാൻ ചേട്ടനെന്താ അവകാശം? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കാൻ വരണ്ട. നീയും ഒരു പീഡനക്കേസിലെ പ്രതിയാണെന്ന് ഓർത്താലേ കൊള്ളാം. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയം ബാലചന്ദ്രൻ അവിടുന്ന് എഴുന്നേക്കാണ്. അച്ചായെന്ന് വിളിക്കുമ്പം, ഇല്ല മോളെ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഹൃദയം കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് നേരെ ബാബുജിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അച്ഛനെ കാണുമ്പം ബാബുജി ഒന്ന് സൈലന്റ് ആവുന്നുണ്ട്. അവളുടെ കയ്യിൽ ഫോൺ പിടിച്ച് മേടിച്ച് അച്ഛനിൽ കൊടുത്തിട്ട് തുറന്നു നോക്കാൻ പറയുന്നുണ്ട്. അവൻ തുറന്നു നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കാഴ്ച രണ്ടുപേരും കൂടി ആ വീട്ടിലേക്ക് പോകണമായിരിക്കും. അത് കണ്ടപാടെ തന്നെ അവൻ ആ ഫോണ് എറിഞ്ഞു പൊട്ടിക്കാൻ കേട്ടോ. ബാലചന്ദ്രൻ എന്താടി കാണുന്നത് എന്ന് ചോദിക്കുമ്പം അവളൊന്നും മിണ്ടുന്നില്ല. മക്കൾ കാരണം എനിക്കൊരു സമാധാനം ഇല്ലേ? നിന്റെ അമ്മയെപ്പോലെ തന്നെ നീ പേടിച്ച് നടക്കാണോ എന്ന് ചോദിക്കാണ്. ഇത് കേട്ട് രോഹിത്തും ബബിതയും ഒന്ന് ഷോക്കായി നിൽക്കായിരിക്കും. അലീനയും കൃഷ്ണയും കാര്യം അറിയാലോ. എന്താടി നോക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. നിന്റെ അമ്മയും ഇതുപോലായിരുന്നു ഒരു കാലത്ത്. ബാക്കി കഥകളൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത്. നീയും അതേ പാത തന്നെ പിന്തുടരുകയല്ലേ? അവൻ പറഞ്ഞത് ശരിയാ. ശരണയെ പോലെ അടുത്താവാൻ പോണത് നീ ആയിരിക്കും. അതിന് ഇനി ഞാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് കയറി മുറിയിലേക്ക്. നീ ഇവിടെ കിടന്നാൽ മതി. ഫോണും വേണ്ട, ഒന്നും വേണ്ട. നിന്നെയൊക്കെ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞാണ്ട് അവളെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അടച്ചിട്ട് കതക് പൂട്ടുന്നുണ്ട്. അച്ഛാ, വാല് തുറക്കാനാ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് കെട്ടിത്തൂങ്ങി ചാവും. ആ, ചാവുവാണെങ്കിൽ ചാവ്, അതാ നല്ലത്. നിന്നെപ്പോലുള്ളതിനൊക്കെ പുറത്തേക്ക് വിട്ട് നാണം കിടന്നാലും നല്ലതേ. നീയൊക്കെ ചത്തൂന്ന് അറിയുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയം രോഹിത് പറയാണ്, അച്ഛാ, അവള് പറഞ്ഞല്ലോ സത്യ. എനിക്ക് പറയാൻ ഒരു യോഗ്യതയില്ല. കാരണം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. ഹരിയുടെ കൂടെ കൂടിയിട്ടാണെങ്കിലും ഞാനും ചിന്തിക്കേണ്ടതല്ലേ? പക്ഷെ ഒന്നും ചിന്തിക്കാതെ ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്ക്. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊന്നും ഉണ്ടാവില്ല. അച്ഛൻ പറഞ്ഞ പോലെ മൂവ് ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി പോവാണ്. ഈ സമയം അലീനോടും കൃഷ്ണയോടും ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾക്ക് ഈ കേസ് നേരത്തെ അറിയാമായിരുന്നോ? ഈ ബബിതയുടെ കാര്യം? രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പം, ഓഹോ, അപ്പം എല്ലാം അറിയാമല്ലേ? ഞാൻ മാത്രമായിരുന്നല്ലേ പൊട്ടനെ പോലെ നിന്നത്? അപ്പോൾ അലീന പറയാണ്, ഇപ്പോൾ തന്നെ അച്ഛൻ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയില്ലേ? അതുപോലെ അച്ഛനൊന്നും സംഭവിക്കാതിരിക്കാനാ ഞങ്ങൾ പറയാതിരുന്നത്. മനുവേട്ടം വന്ന് ബബിതനെ കുറെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നന്നായി പേടിപ്പിച്ചിട്ടാ അന്ന് പോയത്. അതിനിടയിൽ രോഹിത്തിന്റെ കാര്യം കൂടെ ആയതുകൊണ്ടാ അതിലേക്ക് ഒത്തിരി സീരിയസ്നെസ് ഞങ്ങൾ കൊടുക്കാതിരുന്നത് എന്ന് പറയാണ്. ഇനി എന്തുണ്ടെങ്കിലും എന്നോടൊന്ന് പറയണം. കാരണം എല്ലാം മോളയിലെ നുള്ളണം. ഇനി അങ്ങനെ ഒരെണ്ണത്തിനെ പേടിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ അച്ഛനായിട്ട് ഞാനിവിടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലൻ നേരെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയത്ത് അലീന കൃഷ്ണമോളും അവരവരുടെ മുറിയിലേക്ക് പോകാൻ കേട്ടോ. ഈ സമയം ബബിത ഡോർ തുറന്ന് നോക്കുമ്പം ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ തന്നെ അവളുടെ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ എല്ലാ ഡ്രസ്സും സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്യാണ്. അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ആരും കാണാതെ ഡോർ തുറന്ന് അവളുടെ ലഗേജുമായിട്ട് നേരെ ഗേറ്റ് കടന്ന് പോവാൻ കേട്ടോ. എന്നാൽ ഇവരാരും തന്നെ ഇതറിയുന്നില്ല. കഥവ് എങ്ങനെ തുറന്നെന്ന് ചോദിച്ചാൽ അവളുടെ കയ്യിൽ ഒരു സ്പെയർ കീ ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചുകൊണ്ട് അവൾ തുറന്നാണ് ഇറങ്ങിപ്പോയത്. ഇതൊന്നും തന്നെ അവരാരും അറിയുന്നില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന അലീന നോക്കുമ്പം ബബിതയുടെ മുറി തുറന്നു കിടക്കാണ്. അതുപോലെ തന്നെ അവളുടെ സാധനങ്ങളും ഒന്നുമില്ല. അച്ഛ അച്ഛ ഇങ്ങോട്ടൊന്ന് വാന്നും പറഞ്ഞ് വിളിക്കാണ്. എന്താ മോളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പം അവൾ കാണിക്കുന്നുണ്ട് ബബിത അവിടെ ഇല്ല, അവളുടെ സാധനങ്ങളില്ല എന്ന് പറയുമ്പം, ഓഹോ, അവളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലേ? അച്ഛാ, അന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ അമലിവിടെ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ രണ്ടുപേരെയും കൂടെ പിടിച്ചതാ.
അവനെ അന്ന് ഞാൻ അടിച്ചിറക്കി വിട്ടപ്പോൾ ആ കൂടെ തന്നെ ബബിതയും പോകാൻ നിൽക്കുകയായിരുന്നു. അന്നൊരു വിധത്തിലാണ് ഞാൻ പിടിച്ചു നിർത്തിയത്. ഉറപ്പായിട്ടും അവൻ്റെ കൂടെ പോയതായിരിക്കും. അങ്ങനെയൊന്നും അവൾ എവിടെയും പോകാൻ പോണില്ല. ഈ പോയത് എങ്ങോട്ടാണെന്നൊക്കെ എനിക്കറിയാം. എങ്ങോട്ടാച്ചാ? അവളുടെ തള്ളയെടുത്തേക്ക്. ആ സ്വഭാവമല്ലേ അവളും കാണിക്കുള്ളൂ. അവളെ ഒരു വീട് നോക്കുന്നുണ്ട് വാടകയ്ക്ക്. ഇന്നോ നാളെയോ ആ വീട് ശരിയാകും. അതിനുവേണ്ടി കാത്തിരിക്കുക ബബിത. ഇതും കൂടെ ആയപ്പോൾ അവൾക്കൊരു കാരണമായല്ലോ. അവൾ നേരെ പോയത് അങ്ങോട്ടായിരിക്കും. ഞാൻ ഗോവർദ്ധനെ വിട്ട് അന്വേഷിപ്പിച്ചോളാം. നിങ്ങൾ സമാധാനമായിട്ട് പോയി ഇരിക്കാൻ നോക്ക്. അല്ലാതെ അവളുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അകത്തേക്ക് കയറി പോവാണ്. കൃഷ്ണ ചോദിക്കാണ്, ചേച്ചി ഇനിയിപ്പോൾ എന്താ ചേച്ചി ചെയ്യാം? ഒന്നും ചെയ്യാനില്ലേ കൃഷ്ണമോളെ. അമ്മ വീട് വാടകയ്ക്ക് എടുക്കാൻ പോവാണെന്ന് പറഞ്ഞത് കേട്ടല്ലോ. അങ്ങനെ വാടകയ്ക്കെടുത്ത് മേഡം മാറാന്നുണ്ടെങ്കിൽ ഉറപ്പായും ബബിതയും അതുപോലെ തന്നെ രോഹിത്തും അങ്ങോട്ടേക്ക് പോകും. ആ നിമിഷം ഞാൻ ഈ വിട്ടു തുടങ്ങും. ഞാനിവിടെ നിന്ന് ഇറങ്ങിയ മേഡം ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ഇനി അച്ഛൻ്റെ മുഖം ഞാൻ നോക്കില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങും. മാഡം നിങ്ങളെല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇവിടെ കഴിയണം. അത് മാത്രമുള്ള എൻ്റെ ആഗ്രഹം എന്ന് അലീന പറയാണ്. ഇതുപോലെ എല്ലാ ദിവസവും സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.